വചനമൊഴി. വചനഭാഗം 1 കൊരിന്തോസ് 5:1-8, ലൂക്കായുടെ സുവിശേഷം 6:43-45. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ കായ്ക്കുന്നില്ല, നല്ല ഫലം കായ്ക്കുന്ന ചീത്ത വൃക്ഷങ്ങളുമില്ല. ഓരോ വൃക്ഷവും അതതിന്റെ ഫലം കൊണ്ട് അറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുന്നില്ല, ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിക്കുല പറിക്കുന്നുമില്ല. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല ശേഖരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ദുഷ്ടനാകട്ടെ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. കാരണം ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, തിരുവചനം പറയുന്നു, നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല ശേഖരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നന്മ ഉള്ളിലുള്ളവർക്ക് നന്മ പുറത്തേക്ക് നൽകുവാൻ പറ്റുകയുള്ളൂ. ഇന്ന് തിരുവചനത്തിലൂടെ നമ്മോട് പറയുന്നത് ഹൃദയത്തിൽ നന്മ ഉള്ളവരായി മാറുവാനാണ്. നന്മ ഹൃദയത്തിലുണ്ട് എങ്കിൽ പുറത്തേക്കും നന്മ നൽകുവാൻ സാധിക്കും. ഹൃദയവിചാരങ്ങൾ നല്ലതായിരിക്കുക. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. ഹൃദയത്തിലേക്ക് നന്മ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിലൂടെയാണ്. നല്ല കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും വായിക്കുവാനും നല്ല കാര്യങ്ങൾ അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നന്മ ഹൃദയത്തിൽ നിറയുന്നത്. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിന് ഉണർവ് നൽകുന്നത്, ദൈവവിചാരം നമ്മളിൽ ഉണർത്തുന്നത്, ദൈവകൃപയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും നന്മ അനുഭവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നാണ് തിരുവചനം പറയുന്നത്. നിർമ്മലമായ മനസ്സാക്ഷിയോടും വിശുദ്ധമായ വിചാരങ്ങളോടും കൂടെ ജീവിച്ച് നന്മ പുറപ്പെടുവിക്കുന്നവരാകാൻ, നല്ല ഫലങ്ങൾ നൽകുന്നവരാകാൻ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ അനുഗ്രഹിക്കട്ടെ. ആമേൻ.